പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ദൃശ്യം ത്രീ ഞായറാഴ്ച ഒരു കൊടത്തൂക്കായിരിക്കും തൂക്കുന്നതെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏകദേശം 30 കോടിക്ക് മുകളിലുള്ള തുക ഞായറാഴ്ച കൊണ്ട് ഇത് കളക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മോഹൻലാലിൻ്റെ ആരാധകരൊഴിച്ചും ബാക്കി എല്ലാവരും വളരെയധികം നിരാശയുള്ള ദിവസങ്ങളാണ് ഈ കടന്നു പോയേക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ 100 കോടി എന്ന് പറഞ്ഞാൽ പലർക്കും അതുകൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം കാണിച്ചു തരാം. ഉള്ളിൻ്റെ ഉള്ളാകെ പലരും കമൻ്റായിട്ടൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച വരെ വലിയ കൊലത്തൂക്കമൊക്കെ തൂക്കും, പക്ഷെ തിങ്കളാഴ്ചയാകുമ്പം ഇത് ഡിമ്മായി പോകും. തിങ്കളാഴ്ച കൊണ്ടറിയാം ഈ ചിത്രത്തിൻ്റെ ഭാവി ഒന്നും അറിയാനില്ല. കാരണം കേവലം 20-25 കോടി മുടക്കിയ ചിത്രം ഇപ്പം ലാഭത്തിൻ്റെ പുറത്ത് ലാഭമായി കഴിഞ്ഞിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് തന്നെ 4 ദിവസം കൊണ്ട് തന്നെ 150 കോടി കടക്കുന്ന ചിത്രമായി മാറി. ഇപ്പം ഇതിൻ്റെ ഭാവി പ്രവചിക്കാനൊന്നുമില്ല. എന്നാലും നമുക്ക് എങ്ങനെയായി തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. പൊതുവേ എല്ലാം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കും വലിയ കളക്ഷനൊക്കെ ഞായറാഴ്ച വരെ ഉണ്ടാകുമെങ്കിലും തിങ്കളാഴ്ച ദിവസം ആകുമ്പം ചെറിയ ഡിമ്മാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് തന്നെയാണോ ഈ ചിത്രത്തെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. പ്രീസെയിൽ നോക്കിയപ്പം എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഇത് തകർന്ന് തരിപ്പണമാകും പോകും, ഒരാഴ്ചയെ ഇത് നിലനിൽക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നവരെ അവർക്ക് വളരെയധികം വിഷമമുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസത്തെ പ്രീഫെയിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വന്ന കണക്കും പ്രകാരം 3,15,00,000 രൂപ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാത്രിയാകുമ്പോഴത്തേന് ഏകദേശം 4 കോടി പ്രീഫെയിൽ ഇനത്തിൽ തന്നെ ഈ ചിത്രം നേടുമെന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ 5 കോടിക്ക് മുകളിലായിരിക്കും നാളത്തെയും കളക്ഷൻ. 5 കോടി 6 കോടി റേഞ്ചിൽ തന്നെയായിരിക്കാം നാളത്തെ കളക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു പോകുന്നു ലാലേട്ടൻ വിരോധികളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലാലേട്ടൻ്റെ വിരോധികൾക്ക് വളരെ പ്രതീക്ഷയായിരുന്നു തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ ഇടിയും. ഞങ്ങൾ പറഞ്ഞത് കണ്ടോ, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടി കാത്തിരുന്നവരെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡും നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക ഏകദേശം 15-20 കോടി റേഞ്ചിൽ തന്നെയായിരിക്കാം. അങ്ങനെ നാളെ കൊണ്ട് ഏകദേശം 160 കോടിയിലേക്ക് ചിത്രം എത്തുന്നു. പിന്നെ ഇനിയും ഇപ്പം വർക്കിംഗ് ഡേ ആണ് ബാക്കി. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പെരുന്നാൾ ദിനമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ അവധിയുണ്ട്. അപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു കൊലത്തൂക്ക് തൂക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്ന് ഏകദേശം 46 കോടിയോളം നാളെ കൊണ്ട് തികയാൻ പോവുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ദിവസം കൊണ്ട് 50 കോടി പിന്നിടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ബുക്ക് മൈ ഷോയിൽ പോയി ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഏകദേശം 15,000-ന് മുകളിൽ ടിക്കറ്റാണ് നാളത്തേക്കും വിറ്റ് പോകുന്നത് എന്നറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള കളക്ഷൻ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.